ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എയിംസിൻ്റെ എക്സാം എഴുതാൻ വേണ്ടി PSC നഴ്സിൻ്റെ എക്സാം എഴുതാൻ വേണ്ടി പോകുമ്പോൾ എടുത്തതാണ്. അപ്പോൾ രാവിലെ ഒരു 4:30 ആകുമ്പോൾ എഴുന്നേറ്റു. നമ്മൾ തല നനച്ചില്ല, ഇടയ്ക്ക് കഴുകി ഡ്രസ്സൊക്കെ മാറ്റി റെഡിയായി. പിന്നെ അവിടെ പോകുമ്പം നമ്മളത് കമ്മൽ ആ ഐറ്റംസ് ഒന്നും ഇടണ്ടല്ലോ, അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ മുടിയൊക്കെ കെട്ടി റെഡിയായി. പിന്നെ വേണ്ട ഡോക്യുമെൻറ്റ്സും സംഭവങ്ങളൊക്കെ എടുത്തു. അതല്ലാതെ ഞാൻ എൻ്റെ മാലയും സംഭവങ്ങളെല്ലാം ഞാൻ എൻ്റെ ബാഗിലിട്ടുണ്ട്. കാരണം അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഒന്ന് കറങ്ങിയിട്ട് വരാം എന്നുള്ള പ്ലാനിങ്ങിലൂടെയാണ് പോയത്. അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ എടുത്തത്. നമ്മുടെ അഡ്മിറ്റ് കാർഡും ആധാർ കാർഡും ഐറ്റംസ് എല്ലാം ബാഗിൽ വെച്ചു. പിന്നെ വേണ്ട കുറച്ച് സാധനങ്ങളെല്ലാം വെച്ചു. പിന്നെ ഞാൻ സെക്കൻഡ് സ്റ്റഡ് കുത്തിയിട്ടുണ്ടായിരുന്നു. കുത്തിയിട്ട് കുറച്ചായെങ്കിലും എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് കയ്യിൽ വെച്ചു. ഞാൻ കോലായിട്ട് വെക്കുന്നത് ആ ഹോളിൽ. അപ്പോൾ അത് മാറ്റിയിട്ട് എക്സാം കഴിഞ്ഞിട്ട് വരുമ്പോൾ തിരിച്ചിടാം എന്നുള്ളത് വരും. അപ്പോൾ ഞാൻ അമ്മത്തെ ചോദിക്കുകയാണ് എടുക്കണോ വേണ്ടിയതൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് റെഡിയായി. പിന്നെ ഞാൻ കണ്ണാടി എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എവിടെയൊക്കെ കണ്ണാടി ഉണ്ടോ അവിടേക്ക് ഞാൻ ചെന്ന് ഞാൻ നോക്കും. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളവിടെ നിന്ന് ഫോണും എടുത്ത് നമ്മൾ പോവാണ്. ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീറ്റ് പഠിച്ചതല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ് ജസ്റ്റ് എല്ലാം ഒന്ന് തലേദിവസം ഒന്ന് റിവൈസ് ചെയ്ത് നോക്കി. മറ്റേത് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ബ്രെയിൻ പോയിൻ്റാണ്, എല്ലാം ഷോർട്ട് നോട്ട് ആക്കിയിട്ടുള്ള ബ്രില്യൻ്റിന് കിട്ടിയതാണ്. അപ്പോൾ ഞാൻ അതൊക്കെ തലേദിവസമൊക്കെ എടുത്തൊന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ 2 ബുക്ക് കയ്യിലും വെച്ചു. പോകുമ്പോൾ നമുക്ക് വായിക്കാമല്ലോ വേണ്ടി. ഇവനിവിടെ എണീച്ച് എടുക്കുക കേട്ടോ. പിന്നെ അമ്മ അവൻ്റെ അടുത്ത് പടിയൊക്കെ തുറക്കാൻ വേണ്ടി പറയും. ഒരു സമയം ഏതാണ്ട് 5:30 ആയിട്ടുണ്ട്. 5:30 ആയി, എല്ലാം കഴിഞ്ഞ് നമുക്ക് പോകേണ്ട ടൈമായി. അപ്പോൾ അവനോട് പടിയൊക്കെ തുറന്നു തരാൻ പറയുകയാണ്. ഞാൻ ഈ ബുക്കൊക്കെ ഒന്ന് പെട്ടെന്ന് ചടപടിയിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിലും ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ഇറങ്ങിയതുകൊണ്ട് ഭയങ്കര ഇരുട്ടല്ലോ പുറത്തപ്പോൾ വണ്ടിയിൽ ഇരുന്നിട്ട് അങ്ങനെ നോക്കാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ പറ്റാവുന്ന അത്ര ഞാനിപ്പോൾ നോക്കും. പിന്നെ അവിടെ എത്തിയിട്ടൊക്കെയല്ലേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മൾ പോകാൻ റെഡിയായി. പിന്നെ മഴ പെയ്യാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ റെയിൻകോട്ടും ഐറ്റംസ് എല്ലാം എടുത്തിട്ടുണ്ട്. പോകുമ്പോൾ വലിയ മഴയും സംഭവങ്ങളൊന്നുമല്ല. അപ്പോൾ റെയിൻകോട്ടൊക്കെ എടുത്ത് നമ്മൾ വണ്ടിയിൽ വെച്ചിട്ടുണ്ട്, കവറിലാക്കിയിട്ട്. പിന്നെ എന്താ പോകാൻ റെഡിയായി. അവൻ പടി തുറക്കാൻ പോയേക്കുവാണ്. എന്തിനാണെന്നറിയില്ല, ഞാൻ എല്ലാ കണ്ണാടിയിലും പോയി നോക്കുന്നുണ്ട്. അവിടെ ജനലുണ്ട്, അതിൻ്റെ മിററിൽ പോയി നോക്കുകയാണ്. പിന്നെ അവൻ വരുന്ന വഴിക്ക് അവിടെ വീണ 2 മാങ്ങ എടുത്തു. അതിനെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നതൊക്കെ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഒട്ടും പ്രിപ്പയർ ചെയ്യില്ല, കാരണം എനിക്ക് എന്താ ഇങ്ങനെ എക്സാം എന്നൊന്നും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം ഞാനിങ്ങനെ നീറ്റിന് വേണ്ടി പഠിച്ചിട്ടുണ്ടല്ലോ, ആ രീതിയിൽ പോയി എഴുതിയതാണ്. കഴിഞ്ഞ പ്രാവശ്യം അടുത്തായിരുന്നു, ഇപ്രാവശ്യം കുറച്ച് ദൂരമുണ്ട്. ഞങ്ങൾ നേരത്തെ ഇറങ്ങി. അവിടെ 6:30 ആകുമ്പോഴേക്കും റിപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ എന്നിട്ട് പോവുകയാണ്. പോണതൊക്കെ അടിപൊളിയായിട്ടോ, കാരണം രാവിലെ ആയതുകൊണ്ടേ അടിപൊളിയായിരുന്നു. ഈ സൺസെറ്റ് എന്ന് പറയുന്നത്, സൺറൈസൊക്കെ കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരുന്നു. നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ടായിരുന്നു. തിരിച്ച് വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, കാരണം ഭയങ്കര ചൂടായിരുന്നു. പക്ഷെ പോകുമ്പോൾ അടിപൊളിയായി. ഇതൊരു കാട്ടുമുക്കിലാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്നത്. എക്സാം നല്ലതായിരുന്നു കമ്പയർഡ് ടു നീറ്റ്.